ഈസി ആൻഡ് ടേസ്റ്റി ചെറുപയർ കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, എന്നാൽ രുചിയിൽ അതികേമനാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല അതിന്. ഇത് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിന്റെ കൂടെയും ചേരും കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചെറുപയറാണ്. കുതിർത്ത് വെക്കുന്നതിന് മുന്നേ ഉള്ള അളവാണ് അത്. 6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഇത്. 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള കറി ഉണ്ടാവും കേട്ടോ. 1/2 കപ്പ് കൊണ്ട് ഉണ്ടാക്കിയാൽ. നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചെറുപയർ ഞാൻ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ വല്യുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടെ നീളത്തിൽ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മൈൽഡ് സ്പൈസിയാണ് കേട്ടോ പച്ചമുളക്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരളവ് ചെറുപയറിന് ഇത്ര മുളക് പൊടി മതി കേട്ടോ, ഇതിൽ കൂടി പോകരുതേ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോ വീട്ടിലും ഓരോരുത്തർക്കും ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും അളവ് ഇൻഗ്രീഡിയൻസിന് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ആകെ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കൂടി പോകണ്ട കേട്ടോ, വറ്റിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി വരും. അതിനുശേഷം പ്രഷർ കുക്കർ അടച്ച് മീഡിയം തീയിൽ 2 മുതൽ 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രഷറൊക്കെ റിലീസായി കുക്കർ തുറക്കുമ്പോൾ പാകത്തിന് വെന്തിട്ടുള്ള ചെറുപയർ കാണാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. വലിയ അരപ്പൊന്നും അല്ല കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അതായത് അതിൽ നിന്നുള്ള പാലൊന്ന് ജസ്റ്റ് ഒന്ന് റിലീസ് ആവണം. അത്രയും ചെയ്താൽ മതി. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി ഈ അരപ്പ് മുഴുവനായും ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. തേങ്ങ ഒട്ടും വേസ്റ്റ് ചെയ്യണ്ട. മാത്രമല്ല ആ വെള്ളം കൂടി ചേരുന്നത് കൊണ്ട് ചെറുപയറിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാവുകയും കൂടെ ചെയ്യും. നന്നായി ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം വേണമെന്ന് തോന്നിയതുകൊണ്ട് ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ തവി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊരു താളിപ്പും കൂടെ കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒന്നിനു പുറകെ ഒന്നായി. രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫാക്കാം, അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. മുളക് പൊടി പാകമായി കഴിയുമ്പോൾ നമുക്കിത് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് കറിക്ക് നല്ല രുചിയും മണവും കിട്ടും. പക്ഷെ മുളക് പൊടി കരിയാതെ നോക്കണം കേട്ടോ. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രമേ മുളക് പൊടി ചേർക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചെറുപയർ കറി ഇവിടെ റെഡിയാണ്. ഇത് നമ്മുടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയും ചേരും, ചപ്പാത്തിയുടെ കൂടെയും ചേരും കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.